ഇരട്ടി തലവേദനയാകുന്നുണ്ട് തരൂരിന് അടിയന്തരാവസ്ഥാ ലേഖനം. ബൽറാം നെടുങ്ങാട് തുടരുന്നു. ബൽറാം, അടുത്ത കാലത്ത് തരൂരിൻ്റെ പ്രതികരണങ്ങൾ മൊത്തം കോൺഗ്രസിനോടുള്ള അമർഷം, അസ്വസ്ഥത, അതൊക്കെ പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ് പല കാര്യങ്ങളിൽ. ഇതിപ്പോൾ ഈ സമയത്ത് അടിയന്തരാവസ്ഥ ഉറപ്പായും വിമർശിക്കപ്പെടേണ്ടതാണ്. അടിയന്തരാവസ്ഥ അത് രാജ്യത്തിൻ്റെ ഒരു കറുത്ത ഓർമ്മകളിൽ ഒന്ന് തന്നെയാണ്. എന്നാലും ഈ സമയത്ത് അത് വീണ്ടും കോൺഗ്രസിൻ്റെ ഒരു AICC അധ്യക്ഷനാകാൻ മത്സരിച്ച ഒരാൾ വീണ്ടും ചർച്ചയ്ക്ക് വെക്കുന്നതിന് ഉദ്ദേശം എന്താണ് ബൽറാം? ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ദിവസവും പുതിയ വിവാദങ്ങളിലൂടെ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുകയാണ് ശശി തരൂർ. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന ലേഖനം. പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന അന്താരാഷ്ട്ര മാധ്യമത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിലാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ അഭിമാനമായി കാണുന്ന മുൻ പ്രധാനമന്ത്രിക്കെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ശശി തരൂർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ അടിയന്തരാവസ്ഥ രാജ്യത്തെ ഒരു ജനാധിപത്യത്തിൻ്റെ കറുത്ത അധ്യായമാണ്. ഒപ്പം തന്നെ 21 മാസങ്ങളോളം രാജ്യത്ത് ജനാധിപത്യം ഒപ്പം തന്നെ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. മാധ്യമങ്ങൾക്ക് കുച്ചുവിലങ്ങിട്ടു. ഒപ്പം തന്നെ ജുഡീഷ്യറിയെയും വരുതിയിലാക്കി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മാധ്യമങ്ങളുടെ വായ് മൂടിക്കെട്ടുന്ന സാഹചര്യമുണ്ടായി. പൊതുപ്രവർത്തകർക്കും മനുഷ്യാവകാശ പ്രവർത്തകരെയും ഉൾപ്പെടെ ജയിലിലടച്ചു. കൂടാതെ പല കസ്റ്റഡി മരണങ്ങളും നടന്നു, അത് മൂടിവെക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിയെ കൂടാതെ മകൻ സഞ്ജയ് ഗാന്ധിക്കെതിരെയും കടുത്ത വിമർശനങ്ങളുണ്ട്. നിർബന്ധിത വന്ധ്യംകരണം അടക്കമുള്ള നടപടികൾ, ചേരി ഒഴിപ്പിക്കൽ നടപടികൾ അടക്കമുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ആ ഘട്ടത്തിൽ നടന്നതായുള്ള വിമർശനവും ഈ ലേഖനത്തിലുണ്ട്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ലേഖനം ശശി തരൂർ ഈ പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം സ്ഥിരമായി ലേഖനങ്ങൾ ഈ മാധ്യമത്തിൽ എഴുതാറുണ്ട്. എങ്കിൽ പോലും ഈ ഒരു സമയക്രമം എന്നുള്ളത് പ്രസക്തമാണ്. കേന്ദ്ര സർക്കാർ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ തുടർച്ചയായുള്ള ക്യാമ്പയിനുകൾ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അല്ലെങ്കിൽ അതേ ശൈലിയിലുള്ള ഒരു വിമർശനം ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രസക്തം. അത് മുൻ പ്രധാനമന്ത്രിക്കെതിരെ ഒരു പ്രവർത്തക സമിതി അംഗം കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു വ്യക്തി തന്നെ ഉന്നയിക്കുമ്പോൾ അതിനെ ഹൈക്കമാൻഡ് എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നുള്ളത് പ്രസക്തമാണ്. ഹഷ്മി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയും ഒക്കെ എഴുതിയ അസംഖ്യം ബുക്കുകൾ, കുറേയധികം ബുക്കുകൾ, ഡസനോളം ബുക്കുകൾ തരൂരിൻ്റെ സൃഷ്ടികളായി ഇപ്പോഴും ഷെൽഫുകളിൽ ഇരിക്കുമ്പോൾ മറ്റൊരു നേതാവിനെ പോലെ പെട്ടെന്ന് BJPയിലേക്ക് പോകാൻ തരൂരിന് എളുപ്പമല്ല. എങ്കിൽ കൂടിയും രാഷ്ട്രീയമാണ്, സാധ്യതകളുടെ കലയാണ്. അവസരം കിട്ടുന്നിടത്ത് പോവുക, അവസരവാദപരം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പക്ഷേ നെഗറ്റീവ് അർത്ഥത്തിലൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ കൂടുതൽ നടക്കുന്നു എന്ന് കരുതാനായോ? കാര്യം ഒന്നിനു പിന്നാലെ ഒന്നായി തരൂർ നേതൃത്വത്തെ അങ്ങനെ പ്രതിസന്ധിയിൽ നിർത്തുകയാണല്ലോ ബൽറാം. ഹഷ്മി, തീർച്ചയായും ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെമായി ബന്ധപ്പെട്ട ആ ഒരു ഘട്ടം മുതൽ ഓരോ ദിവസവും പുതിയ വിവാദങ്ങൾക്കാണ് ശശി തരൂർ തിരികൊളുത്തുന്നത്. അത് വിദേശ സന്ദർശനം നടത്തിയ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായതടക്കമുള്ള വിഷയങ്ങളിൽ സമാനമായി കോൺഗ്രസ് നേതാവിൻ്റെ സ്ഥിരം അഭിപ്രായമല്ലാത്ത എന്നാൽ BJPയുടെ അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ശശി തരൂർ നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിമർശനവും ഉണ്ടാകുന്നത്. ശശി തരൂർ ഇത്തരത്തിൽ തുടർച്ചയായി പ്രകോപനം ഉണ്ടാക്കുമ്പോഴും അതിനോട് പ്രതികരിക്കേണ്ട എന്ന സമീപനമാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിലാകട്ടെ എന്നാൽ ഹൈക്കമാൻഡ് ഈ പ്രൊജക്ട് സിൻഡിക്കേറ്റിലെ ലേഖനം അവസാനിപ്പിക്കുന്നത് എന്നാൽ ഈ ഒരു അധികാര കേന്ദ്രീകരണം നടക്കുമ്പോൾ മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ജനാധിപത്യത്തെ അത് ബാധിക്കുന്നത് എന്നുള്ളത് അടിയന്തരാവസ്ഥ ഒരു പാഠമായി തന്നെ കാണേണ്ടതാണ് എന്നാണ് ശശി തരൂർ ഈ ലേഖനത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പതിവ് ശൈലിയിൽ അത് താൻ തത്വത്തിലുള്ള വിലയിരുത്തൽ നടത്തുകയാണ് എന്നുള്ള ഒരു പൊതു വിലയിരുത്തൽ എന്ന ശശി തരൂരിൻ്റെ ന്യായീകരണം ഈ ഒരു ലേഖനത്തിൻ്റെ കാര്യത്തിലും പ്രസക്തമാകും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഇത് ഈ അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങൾ നേരിട്ട് തന്നെ ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും പേരെടുത്ത് പറഞ്ഞുന്നയിച്ച വിമർശനങ്ങൾ അത് ശശി തരൂർ ആയ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് പ്രതികരിക്കേണ്ടതുണ്ട്. ആ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഏത് തരത്തിലാകും എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രസക്തമാവുക. ഓക്കെ, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കഴിഞ്ഞ കുറേ നാളായി തരൂരിന് ഒരു ചാഞ്ചാട്ടമുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നുണ്ട്. വെറുതെ സംശയിക്കുന്നതല്ല, പലതരം ആ സംശയത്തിലേക്ക് നയിക്കുന്ന ഒന്നല്ല പലവിധ കാരണങ്ങൾ തരൂരായിട്ടുണ്ടാക്കുന്നുണ്ട് താനും.